എല്ലാവർക്കും ജാസ് ഡ്രീം മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഫോട്ടോഗ്രാഫർമാരുടെയും സിനിമാക്കാരുടെയും ഇഷ്ട പറുദീസയായ ഒയിഷി പാർക്കിലാണ്. കവാഗുചിക്കോ തടാകത്തിൻ്റെയും മൗണ്ട് ഫുജിയുടെയും മനോഹരമായ കാഴ്ച ഒരേ സമയം ആസ്വദിക്കാൻ കഴിയുന്ന കവാഗുചിക്കോ തടാകത്തിൻ്റെ വടക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കാണിത്. ഓരോ സീസണിലും തടാകക്കരയിൽ കാണുന്ന ഈ പാർക്കിലെ പ്രൊമനേഡിൽ, അതായത് ചുറ്റി നടന്ന് കാണാനുള്ള ഉല്ലാസ സ്ഥലമാണ് ഈ പ്രൊമനേഡെന്ന് പറയുന്നത്. വിവിധ തരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. ജപ്പാനിലെ വകയാമ പ്രീഫെക്ചറിലുള്ള ഒരു നാഷണൽ പാർക്കാണിത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫിയിലൂടെയും സിനിമകളിലൂടെയും അതുപോലെ വിദേശ സഞ്ചാരികളുടെയെല്ലാം ഇഷ്ട പറുദീസയാണ് ഈ കാണുന്ന സ്ഥലം. ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു അത്രയും ഭംഗിയേറിയ ഒരു സ്ഥലമാണ് ഈ ഒയിഷി പാർക്ക്. ഓരോ മാസത്തിലും പലതരം പൂക്കൾ ഇവിടെ ഈ പാർക്കിൽ വിരിഞ്ഞ് അത്രയും മനോഹരമാക്കി തീർക്കാറുണ്ട് ഈ പാർക്കിനെ. ഓരോ പൂക്കളുടെയും പേരുകൾ ഇവിടെ എടുത്തു പറയാൻ സാധിക്കത്തില്ല. മേഘങ്ങൾ എപ്പോഴും കിരീടമണിയിച്ച് നിർത്തിയിരിക്കുന്ന ഈ മൗണ്ട് ഫുജി പർവ്വതവും അതിനെ പ്രതിബിംബിച്ച് ഒരു കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ അത്ര ഭംഗിയായി കാണിച്ചു തരുന്ന ഈ കവാഗുചിക്കോ തടാകവുമാണ് ഇത്രയേറെ ഈ ഒയിഷി പാർക്കിനെ ഭംഗിയാക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ലോകത്തെവിടെയും കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ കവാഗുചിക്കോ തടാകമൊക്കെ അത്രയേറെ ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങളിൽ ചിലരുടെയെങ്കിലും ചെറുപ്പത്തിൽ ഓർമ്മയുള്ള ഒരു കാര്യമാണ് ഫോട്ടോ ഫിലിമൊക്കെ ഇട്ട് എടുക്കുന്നത്. ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ ഫുജി ഫിലിം എന്ന് എഴുതി വച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അത്രയേറെ കാഴ്ചക്കാരെയും ഫോട്ടോഗ്രാഫർമാരെയും സിനിമയിലൂടെയെല്ലാം സ്വാധീനം ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒയിഷി പാർക്ക്. 1955 ഫെബ്രുവരി മാസം 5-ാം തീയതിയിലാണ് ഈ പാർക്ക് സ്ഥാപിതമായത് എന്ന് പറയപ്പെടുന്നു. പാർക്കിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒയിഷി പീഠഭൂമിയാണ്. ഈ പാർക്കിന് ഏകദേശം 4.26 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുണ്ട്. അതുപോലെ തൊട്ടടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് അരിദാഗാവയും കിമിനോയുമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ആ പ്ലാസ്റ്റിക് ടിന്നിൻ്റെ പുറത്ത് കണ്ടിരുന്ന ഈ സ്ഥലം ഇന്ന് നേരിട്ട് കാണുവാൻ സാധിച്ചത് എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ചു. ഓരോ മാസത്തിലും ഓരോ തരം പൂക്കൾ വിരിയുന്ന ഈ ഒയിഷി പാർക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല. ജപ്പാനിലെ അത്രയും സവിശേഷമായ ഒരു പാർക്കാണ്. നിങ്ങൾക്ക് അത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഏകദേശം 4.5 കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ചുറ്റളവ്. അതിനാൽ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഈ കാണുന്ന മരത്തിലൊരു കാട്ട് ചിലന്തി വല നെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. നല്ല ഭംഗിയായിരുന്നു ഈ ചിലന്തിയെ കാണാൻ. പല വർണ്ണങ്ങളൊക്കെയുള്ള ഒരു ചിലന്തി. അങ്ങനെ ഇതുപോലെ ഓരോ ഭാഗത്തും കിളികൾ കൂടുവച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അത്രയേറെ ഈ പാർക്കിനെ മനോഹരമാക്കുന്ന പൂക്കൾ, അതുപോലെ തടാകത്തിൽ നിന്ന് നല്ല തണുത്ത കാറ്റ്, മേഘങ്ങൾ കിരീടമണിഞ്ഞ് നിൽക്കുന്ന ഈ എന്താ പറയുന്നത്, എപ്പോഴും ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന മൗണ്ട് ഫുജി എന്നെ വളരെയേറെ ആകർഷിച്ച ഒരു സ്ഥലമാണ്. ജപ്പാനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതുപോലെ തന്നെ സിനിമകളിലൂടെയും
ഫോട്ടോഗ്രാഫിയിലൂടെയൊക്കെ കണ്ട് മറന്ന ഈ സ്ഥലം ഇന്ന് നേരിട്ട് കാണുവാൻ സാധിച്ചപ്പോൾ എന്നെ അത് വളരെ 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 സന്തോഷിപ്പിച്ചു. നിങ്ങൾ സാധിക്കുമെങ്കിൽ ഒന്ന് ജപ്പാനിലേക്കൊക്കെ വന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങ് അകലെ മേഘങ്ങൾ മേലാപ്പ് ചൂടിയ മൗണ്ട് ഫുജിയും അതിനെ ഇത്ര സുന്ദരിയാക്കുന്ന ഈ കവാഗുച്ചിക്കോ ലേക്കും ഈ പ്രകൃതി ഭംഗിയും അതുപോലെ ഓരോ സീസണിലും ഈ സുന്ദരഭൂമിയെ അണിയിച്ചൊരുക്കുന്ന ഈ പാർക്കും വിട്ടുപോരാൻ എനിക്ക് ഒട്ടും മനസ്സനുവദിച്ചില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ജാസ് ഡ്രീം മീഡിയ. എല്ലാവർക്കും ബൈ ബൈ.